തന്നെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്ത അധ്യാപകനെ സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് തിരിച്ചെടുക്കുകയും ചെയ്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നടപടിയെ ഉന്നതമായ ജനാധിപത്യ ബോധമെന്നൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആരാധകർ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്തിനാണ് സസ്പെൻഷൻ നടപടി മുഖ്യമന്ത്രി പിൻവലിച്ചത്? അതിന് വി.ഡി. സതീശനെ പ്രേരിപ്പിച്ച യഥാർത്ഥ കാരണം എന്താണ്? ഈ വീഡിയോയിൽ നമുക്ക് അത് വിശദമായി പരിശോധിക്കാം. ഒരു ഭരണാധികാരിയുടെ യഥാർത്ഥ ജനാധിപത്യ ബോധം മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗം അയാളെ വിമർശിക്കുന്ന ശബ്ദങ്ങളോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്നതിനെ കുറിച്ച് പരിശോധിക്കുകയാണ്. ഇപ്പൊ ഇത്ര നേരം ഉറങ്ങുമായിരുന്നു അവിടെ ഇരുന്ന്. ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും പത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും വാതോരാതെ സംസാരിക്കുന്ന വി.ഡി. സതീശൻ അധികാരത്തിലേറി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വിമർശനങ്ങളെ അടിച്ചൊതുക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങി. മുഖ്യമന്ത്രി വി.ഡി. സതീശനെ വിമർശിച്ച അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതും പിന്നീട് ആ നടപടി പിൻവലിച്ചതും ഒരു വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമാകുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ്. സസ്പെൻഷൻ പിൻവലിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ അനുയായികളും കോൺഗ്രസ് പ്രവർത്തകരും ഇതിനെ അദ്ദേഹത്തിന്റെ വിശാലമായ ജനാധിപത്യ ബോധത്തിന്റെ തെളിവായി അവതരിപ്പിക്കുകയാണ്. വിമർശനങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു നല്ല നേതാവിന്റെ മനസ്സിന്റെ പ്രകടനമാണ് ഈ തീരുമാനമെന്നൊക്കെയാണ് അവർ വാദിക്കുന്നത്. എന്നാൽ ഇത് ശരിക്കും ജനാധിപത്യ ബോധത്തിന്റെ പ്രകടനമായിരുന്നു, അതോ രാഷ്ട്രീയ തിരിച്ചടികൾ ഭയന്ന് എടുത്ത നിർബന്ധിത തീരുമാനമായിരുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ ആദ്യം സംഭവ വികാസങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. സർക്കാർ ഖജനാവിലെ പണം സംബന്ധിച്ച് മുഖ്യമന്ത്രിയെ വിമർശിച്ചുകൊണ്ട് മറ്റൊരു വ്യക്തി ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു പോസ്റ്ററാണ് അധ്യാപകൻ ഷെയർ ചെയ്തത്. അതിനെ തുടർന്നാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായത്. എന്നാൽ നടപടി വന്നതോടെ വിഷയം ഒരു സാധാരണ അച്ചടക്ക നടപടിയുടെ പരിധി വിട്ട് അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. സർക്കാർ ജീവനക്കാരനായ ഒരാൾക്ക് ഭരണാധികാരിയെ വിമർശിക്കാൻ അവകാശമുണ്ടോ എന്ന നിലയിലേക്ക് ഈ ചർച്ചകളെ വഴിതിരിച്ചു വിടാനാണ് ആദ്യം വി.ഡി. സതീശന്റെ ആരാധകർ ശ്രമിച്ചത്. എന്നാൽ ഇത്തരം ന്യായീകരണങ്ങൾ അധ്യാപകനെതിരെ എടുത്ത നടപടി പൊതുസമൂഹത്തിൽ വ്യാപകമായ ചർച്ചകൾക്ക് വഴിവെക്കുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പത്രസമ്മേളനത്തിൽ ഉയർന്ന ചോദ്യത്തിന് തന്റെ നഗ്ന ഫോട്ടോ ആണ് അധ്യാപകൻ ഷെയർ ചെയ്തത് എന്ന നിലയിലാണ് വി.ഡി. സതീശൻ മറുപടി നൽകിയത്. മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട ഒരു അധ്യാപകനെ ഇവിടെ ആറ്റിങ്ങലുള്ള ഒരു ഗവൺമെന്റ് സ്കൂളിലെ പ്രിൻസിപ്പൽ അദ്ദേഹം വിരമിക്കുന്നതിന് 2 ദിവസം മുമ്പ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണമായിട്ട് പറയുന്നത് മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. അപ്പൊ മുൻ മുഖ്യമന്ത്രിക്കെതിരെ അങ്ങനെ ചില കാര്യങ്ങൾ വന്നിട്ടുള്ളപ്പോൾ സമാന നടപടികൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലൊരു നയം തന്നെയാണ്. ഇത് കണ്ടായിരുന്നോ? പോസ്റ്റ് കണ്ടായിരുന്നോ? നിങ്ങളിനി പറ, നടപടി എടുക്കണ്ടേ? KSRTCയിൽ ഒരു ജീവനക്കാരിട്ടിരിക്കുന്ന പോസ്റ്റ്, എൻ്റെ മുഖം, നഗ്നനായൊരു പുരുഷൻ്റെ ബോഡി, അത് വെച്ചിട്ട് KSRTCയിൽ ഒരു ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? എന്നോട് വന്ന് ചോദിച്ചു. അപ്പം ഞാൻ അതിൻ്റെ ഗൗരവമല്ല, അല്ലെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. വല്ല വിമർശനമോ വല്ലതൊക്കെ ആണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഇതാണ് പോസ്റ്റ് ചെയ്തത്. ഇത് അനുവദിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളെ പറ്റി ഇടും ആളുകൾ ഇല്ലേ? എന്തും ചെയ്യാം. നിങ്ങൾ ചോദിക്കുക, കേരളത്തിലെ പൊതുജനം വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ മുഖം വച്ചിട്ട് അടിയിൽ വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷൻ്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ടൊരു പടം ഇട്ടിരിക്കുക. ആ ആള് സർവീസിൽ 2 ദിവസം റിട്ടയർ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നാളെ നിങ്ങളുടെയൊക്കെ പടമായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങളുടെയൊക്കെ പടം നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ പടം. ഈ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും സെക്രട്ടേറിയറ്റിലെ ഒരു വകുപ്പിനെതിരെ നിങ്ങളൊരു മാധ്യമ വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ നിങ്ങൾക്ക് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ നിങ്ങളെക്കുറിച്ച് അങ്ങനെ ഒരു ചിത്രം ഇട്ടാലോ, അപ്പോഴും ഞാൻ നടപടിയെടുപ്പിക്കും. അധ്യാപകൻ ഷെയർ ചെയ്ത പോസ്റ്റും അതിന്റെ ഉള്ളടക്കവും സോഷ്യൽ മീഡിയയിൽ വൈറലാണെന്നിരിക്കെ മുഖ്യമന്ത്രി നുണ പറയുകയാണ് എന്ന അഭിപ്രായം വ്യാപകമായി. അധ്യാപകൻ ഈ വിഷയത്തിൽ കോടതിയെ സമീപിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയും കോടതിയിലെത്തും. ഇതിനെതിരെ എങ്ങാനും കോടതിയിൽ നിന്ന് എന്തെങ്കിലും പരാമർശമുണ്ടായാൽ അത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള വലിയ തിരിച്ചടിയാകും. ഇതെല്ലാം ഒഴിവാക്കിയേ പറ്റൂ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വി.ഡി. സതീശന്റെ മുന്നിൽ സങ്കീർണമായി. ഏറ്റവും നിർണായകമായ ഘടകം സർക്കാർ ജീവനക്കാരുടെയും അധ്യാപക സംഘടനകളുടെയും പ്രതികരണമായിരുന്നു. പ്രത്യേകിച്ച് CPIM അനുകൂല അധ്യാപക സംഘടനയായ KSTA ഉൾപ്പെടെയുള്ള സംഘടനകൾ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധത്തിന് തയ്യാറെടുത്തു. അധ്യാപകനെതിരെ നടപടിയെടുത്തതിന്റെ പ്രതിഷേധമായി അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ വ്യാപകമായി ഷെയർ ചെയ്യാനുള്ള പ്രതിഷേധ പരിപാടിയിലേക്ക് അധ്യാപക സംഘടനകൾ നീങ്ങുകയായിരുന്നു. ഇതോടെ സർക്കാരിന് മുന്നിൽ ഒരു വലിയ പ്രതിസന്ധി രൂപപ്പെട്ടു. ആയിരക്കണക്കിന് സർക്കാർ അധ്യാപകർ പ്രതിഷേധത്തിന്റെ ഭാഗമായി അതേ പോസ്റ്റ് പങ്കുവച്ചാൽ എന്തു ചെയ്യും? ആദ്യ അധ്യാപകനെ സസ്പെൻഡ് ചെയ്ത അതേ മാനദണ്ഡം തുടർന്നാൽ എല്ലാവർക്കുമെതിരെ നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതേസമയം അങ്ങനെ ചെയ്യുന്നത് പ്രായോഗികമായി അസാധ്യമായ കാര്യമാണ്.
കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സംവിധാനത്തിന്റെ നട്ടെല്ല് അധ്യാപകരാണ്. ആയിരക്കണക്കിന് അധ്യാപകരെ ഒരുമിച്ച് സസ്പെൻഡ് ചെയ്യാനോ അച്ചടക്ക നടപടികൾക്ക് വിധേയരാക്കാനോ സർക്കാരിന് കഴിയില്ല. ഇതിലും വലിയ പ്രശ്നം സമയമായിരുന്നു. സ്കൂളുകൾ തുറക്കുന്ന സമയത്താണ് ഈ വിവാദം ശക്തമായത്. പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അധ്യാപക സമൂഹവും സർക്കാരും തമ്മിൽ ഇത്തരത്തിൽ നേരിട്ടുള്ള ഏറ്റുമുട്ടൽ രൂപപ്പെട്ടാൽ അതിന്റെ ആഘാതം വിദ്യാലയങ്ങളുടെ പ്രവർത്തനത്തെയും വിദ്യാഭ്യാസ സംവിധാനത്തെയും ബാധിക്കുമായിരുന്നു. ഒരു വശത്ത് പ്രതിഷേധം വ്യാപിക്കുകയും മറുവശത്ത് സർക്കാർ കടുത്ത നിലപാട് തുടരുകയും ചെയ്താൽ ഭരണപരമായ പ്രതിസന്ധി അനിവാര്യമാകുമായിരുന്നു. സ്കൂളുകളുടെ സുഗമമായ പ്രവർത്തനത്തെ തന്നെ ഇത് ബാധിച്ചേനെ. പ്രതിഷേധത്തിന്റെ ഭാഗമായി ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഷെയർ ചെയ്ത അധ്യാപകരെ സസ്പെൻഡ് ചെയ്യുന്നില്ലെന്ന് കരുതുക. അതും സർക്കാരിന് നാണക്കേടുണ്ടാക്കിയേനെ. ഒരാളെ സസ്പെൻഡ് ചെയ്തപ്പോൾ നൂറുകണക്കിന് ആളുകൾ അതേ കണ്ടന്റ് ഷെയർ ചെയ്തിട്ടും അവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സർക്കാർ ശരിക്കും നാണം കെട്ടേനെ. അതായത് ഏത് വഴി തെരഞ്ഞെടുത്താലും പ്രതിസന്ധി ഉറപ്പായിരുന്നു. എല്ലാവർക്കുമെതിരെ നടപടിയെടുത്താൽ സർക്കാർ വിദ്യാലയങ്ങൾ സ്തംഭിക്കും. പ്രതിഷേധക്കാർക്കെതിരെ നടപടിയെടുക്കാതിരുന്നാൽ സർക്കാർ നാണം കെടും. ഇങ്ങനെ എല്ലാ തരത്തിലും സമ്മർദ്ദത്തിലാകുമെന്ന് ഉറപ്പായതോടെയാണ് സസ്പെൻഷൻ പിൻവലിക്കൽ എന്ന തീരുമാനമുണ്ടായത്. വി.ഡി. സതീശന്റെ ഉന്നതമായ ജനാധിപത്യ മൂല്യമൊന്നുമല്ല, പ്രതിഷേധങ്ങൾ ഭയന്നുള്ള ഒരു പിൻവാങ്ങൽ തന്നെയായിരുന്നു സസ്പെൻഷൻ പിൻവലിക്കൽ നടപടി. ആരാധകരുടെ പുകഴ്ത്തലുകൾക്കപ്പുറത്ത് രാഷ്ട്രീയ യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാൻ വി.ഡി. സതീശൻ നിർബന്ധിതനാക്കപ്പെടുകയായിരുന്നു. എന്തായാലും ഒരു അധ്യാപകന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് ആരംഭിച്ച വിവാദം അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ്. വി.ഡി. സതീശൻ കാക്കിനിക്കർ ധരിച്ചു നിൽക്കുന്ന തരത്തിലുള്ള ഒരു പോസ്റ്റ് ഷെയർ ചെയ്ത ഫേസ്ബുക്ക് പേജിനെതിരെയും ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി മുണ്ടുടുത്ത മോദിയാണെന്ന് ആരോപിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം അത്തരം ഉള്ളടക്കങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിരുന്നു. ഇതിനെതിരെയൊന്നും അക്കാലത്ത് കേസുകൾ എടുത്തിരുന്നില്ല. എന്തായാലും ജനാധിപത്യവാദിയാണെന്നും നെഹ്റുവിയൻ കോൺഗ്രസുകാരനാണെന്നും സ്വയം പറയുന്ന വി.ഡി. സതീശന് മുന്നിൽ 5 വർഷങ്ങളുണ്ട്. 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം, നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം. റിക്വസ്റ്റാണ്. അല്ലല്ല ഇങ്ങനെ അതല്ല. ഞാൻ അങ്ങനെ ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ആളാണ്. നോ നിങ്ങൾ ചോദിക്കുമ്പോൾ അല്ലല്ല നിങ്ങള് ഇല്ല ഞാനിപ്പോ വന്നിരിക്കുമല്ലേ ഇല്ല. അധികാരവും അഭിപ്രായ സ്വാതന്ത്ര്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കേരള രാഷ്ട്രീയത്തിന്റെ ഒരു പ്രധാന കാലഘട്ടമായാവും സതീശന്റെ ഭരണം ഭാവിയിൽ വിലയിരുത്തപ്പെടുക എന്നത് ഇപ്പോഴേ ഉറപ്പിച്ചു പറയാനാകും.